ഞാൻ മാഡത്തിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള ഒരു കാര്യം സംസാരിക്കാനാ. ജാനറ്റ് ഈ സീറ്റിൽ തന്നെയുണ്ട്. ഗാന്ധി പാർക്കിന് അടുത്ത് വെച്ചാൽ ഞാൻ അവളെ കണ്ടത്. 1 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ അവളെ രക്ഷപ്പെട്ടത്. എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ വന്ന് പെട്ടതാ. അവിടുന്ന് അവളെ രക്ഷപ്പെട്ടത്. ഈ സിറ്റിയിൽ തന്നെ അവൾ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യമാണ്. നമ്മൾ രണ്ടുപേരും ഒരുപോലെ അവളെ തെരഞ്ഞുകൊണ്ടിരിക്കാന്ന് അവക്കറിയാം. ആ നിലയ്ക്ക് അവൾ ഒരിക്കലും ഈ ടൗണിൽ തങ്ങില്ല. ഇത് നമ്മുടെ ചിന്ത. പക്ഷെ അവൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതുമായ രീതിയിൽ മൂവ് ചെയ്യത്തില്ല. നമ്മളൊന്ന് കരുതും, പക്ഷെ അവളുടെ നീക്കം നമ്മളുടെ തോന്നലിനും അപ്പുറമായിരിക്കും. റോണി കണ്ടത് ജാനറ്റിനെ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതെ, അവളെ തന്നെയാണ് ഞാൻ കണ്ടത്. എന്നെ അവളും കണ്ടു. അപ്പൊ തന്നെ അവള് മുങ്ങി. ഞാനും കൂടെ ഉണ്ടായിരുന്നവരും കൂടി അവിടേക്ക് നോക്കി, പക്ഷെ അവളെ കിട്ടിയില്ല. സംശയിക്കാനൊന്നുമില്ല മാഡം, അത് അവള് തന്നെയാ. ഈ ലോകത്ത് വേറെ ആരെ വേണമെങ്കിലും ഞാൻ മറന്നു വരും, പക്ഷെ ഇവളെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പണ്ട് ഞാൻ സ്നേഹത്തോടെ എന്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന രൂപമാണത്. ഇപ്പൊ ഏറ്റവും ദേഷ്യത്തോടെ. ഈ സിറ്റിയിൽ തന്നെ ജാനറ്റ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണല്ലോ. അതെ, ഈ കാര്യം പറയാനാ ഞാൻ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. എനിക്ക് അവളെ കണ്ടെത്താൻ ആകെയുള്ള ഒരു മാർഗം കുറെ ഗുണ്ടകളും. അവന്മാർ ഇന്നലെ തന്നെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ടായില്ല. അവള് വിളഞ്ഞ വിത്ത. രക്ഷപ്പെടാൻ ഏത് മാർഗവും നോക്കും. ശരി, ഞാൻ എന്ത് വേണമെന്നാ റോണി പറയുന്നേ? അവളെ കണ്ടെത്തേണ്ടത് മേഡത്തിന്റെയും കൂടി ആവശ്യമില്ല. മേഡത്തിനാണെങ്കിൽ പോലീസ് ഫോഴ്സും ഉണ്ട്. ആ നിലയ്ക്ക് ഒരു അന്വേഷണം നടത്താൻ കഴിയുമെന്നാ എനിക്കറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ മിനിറ്റ് വെച്ച് അവളെ പൊക്കിയെടുക്കാൻ കഴിയും. ഞാൻ എന്നെ കണ്ടുപിടിച്ചില്ലെങ്കിൽ മേഡത്തിനും പ്രശ്നമാണെന്നല്ലേ പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ജാനറ്റിനെ കണ്ടുപിടിച്ചാൽ മതിയാവും. മറ്റൊരു മാർഗവും എന്റെ മുന്നിലും ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാൻ കഴിയില്ല. അതെന്താ മാഡം? ചില ഒഫീഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. ജാനറ്റ് ഈ നഗരത്തിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഏതായാലും കമ്മീഷണറെ ഒന്ന് അറിയിക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ടേ ബാക്കി എന്തെങ്കിലും മൂവ് ചെയ്യാൻ പറ്റൂ. അത് മതി. അതിനുള്ളിൽ എന്റെ പിള്ളേർ അവളെ കണ്ടെത്തിയാ ഞാൻ ആ വിവരം മേഡത്തെ അറിയിക്കുകയും ചെയ്യാം. ശരി. ഓക്കെ മാഡം.